ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സേഫ് തന്നെയാണ്. നല്ല പൊരിഞ്ഞ മഴയാണല്ലോ ഇപ്പോൾ. ഇതേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ കാരണമാണ് വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആയത് കേട്ടോ. സോ ഇത് ഉമ്മമാൻ്റെ വീട്ടിലെ രണ്ടാമത്തെ ദിവസമാണ്. അങ്ങനെ അതേ നമ്മൾ രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇത് കുറേ നേരം മഴയൊക്കെ കണ്ടിരുന്നു, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇത് ചെറുക്കതേ ഉമ്മമാനോട് നല്ല വർത്തമാനം പറയാം കേട്ടോ. പിന്നെ സംസാരിക്കാൻ തുടങ്ങാനായിട്ടുണ്ട്. അതും ഇതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അത് നമ്മൾ കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ. കിടക്കുക എണീക്കുക തിന്നുക കിടക്കുക, അങ്ങനെ തന്നെയാണ് നമ്മളെ പണി. പിന്നെ അത് അമ്മ ചിക്കൻ ഏൽപ്പിച്ചിരുന്നു, കാരണം നമ്മൾ ചിക്കൻ ചൂടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ അതിനുള്ള ചിക്കൻ എത്തി, അതൊക്കെ വൃത്തിയാക്കി മുളകൊന്നൊക്കെ തേച്ച് വെക്കാമല്ലോ എന്ന് കരുതി. പിന്നെ ഞങ്ങൾ പോയി കുളിച്ചാൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉച്ചക്കാണ് പോയി കുളിച്ചത്. അങ്ങനെ കുളി കഴിഞ്ഞത് അമ്മോന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നല്ല അടിപൊളി സാധനം കേട്ടോ. എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കഴിക്കുകയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ആ മാങ്ങ അങ്ങനെ എടുത്ത് എന്താ പറയുക, അതിലെ ആ പുളിയും മധുരവും അതേപോലെ അത് എനിക്ക് പറയുമ്പോഴേക്കും വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, പിന്നെ ആ തൈരിൻ്റെ ആ ഒരു പുളിയും എല്ലാം പാടാവുമ്പോൾ ഭയങ്കര രസം കേട്ടോ. അങ്ങനെ അതൊക്കെ നല്ല വയറ് നിറച്ച്, അതിൻ്റെ കൂടെ ചിക്കന് അതേപോലെ തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെക്കൂലേ, അങ്ങനെ വെച്ചതുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. കാരണം ഞാൻ അങ്ങനെ വെക്കൂല, അപ്പോൾ വേറൊരു വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. പിന്നെ അത് നമ്മൾ വീണ്ടും കുറേ നേരം പോയി കിടന്ന് വൈകുന്നേരം ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇതേ ചെറുക്കനും ഉമ്മമാനോട് നല്ല കഥ പറച്ചിലാട്ടോ. അവൻ എൻ്റെ കൂടെ കിടക്കണമെന്നൊന്നുമില്ല, അവരുടെ കൂടെ നടക്കുകയാണ് അവിടെ ചെന്ന പണി. പിന്നെ എവിടെയെന്ന് വെച്ചാൽ അവനെ കാണൂല, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒളിച്ച് വെക്കും. പിന്നെ അത് അമ്മൂനതിൻ്റെ കൂടെ തന്നെ നമ്മളെ പരിപ്പ് വട ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപ്പ് വടയും കട്ടൻ ചായയൊക്കെ നല്ലതായിട്ട് കഴിച്ചു. പിന്നെ അത് നമ്മൾ ആ ചിക്കൻ ചുടുന്നേക്ക് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട പുഴുങ്ങ കേട്ടോ. അപ്പോൾ ഞാനാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് ആക്കിയിട്ട്. അപ്പോൾ പിന്നെ അത് നമ്മൾ ചിക്കനൊക്കെ സെറ്റാക്കി അതിൽ കയറ്റി വെച്ച് ചുടാൻ നിന്നിട്ടോ. ഉള്ളിലാണ് ചുടുന്നത്, കാരണം പുറത്ത് മഴയാണല്ലോ. അങ്ങനെ ഇത് ചുട്ടെടുത്തതാട്ടോ ഇത്. പിന്നെ ബാക്കി ഇത് അമ്മോനവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്താ പറയുക, കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നി, കാരണം അങ്ങനത്തെ മസാലയാണ് അതിലിട്ടിരുന്നത് കേട്ടോ. അതേ മയോണൈസും അതും പാടെ നല്ലോണം കഴിച്ചിട്ടോ. പിന്നെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ, കാരണം അങ്ങനെ മുളക് അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ മയോണൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നെയും ഞാൻ പറയണേ, അതിൽ ഷോർട്സിലിട്ടുണ്ട്, എല്ലാവരും പോയി കാണണേ. അങ്ങനെ എന്താ പറയുക, അതൊക്കെ നല്ല കൂട്ടി കഴിച്ച് പിന്നെ ഇത് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ മുരിങ്ങയും അതേപോലെ കറിവേപ്പിലയും കിട്ടണമായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മമ്മ എന്തായാലും എടുക്കില്ല, ഇവിടെ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ മുരിങ്ങയൊക്കെ ഒടിച്ചുകൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇത് രാത്രി മുരിങ്ങ ഒടിക്കുന്ന സീനാണിത്. അങ്ങനെ ഇത് മുരിങ്ങയൊക്കെ ഒടിച്ച് അന്ന് എന്താ പറയുക അങ്ങനെ കിടന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റ് എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് പോരാൻ നിന്നിട്ടോ, കാരണം വൈകുന്നേരം ആവാൻ നിന്നാൽ മഴ പെയ്യുമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അതേ കറിവേപ്പിലും അതേപോലെ കറിവേപ്പിലിൻ്റെ തൈയും പാടെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. കാരണം സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാമല്ലോ എന്ന് വിചാരിച്ചെങ്ങാണ്ട് അതൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിത്തെ രംഗം ഞാൻ കാണിച്ചു തരാം. കാരണം അത്രയും ഇതായിട്ടാണ് പോകുന്നത്, കാരണം കാടും പൊന്തൊക്കെ ആയിട്ടാണ് ബസ്സിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം പോയാൽ നന്നായിട്ട് കുടുങ്ങി പോകുമെന്ന് വിചാരിച്ചു, കാരണം കാറ്റും മഴയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റി ഒരുങ്ങിക്കാണ്ട് പോകാൻ നിന്നു കേട്ടോ. അപ്പോൾ ഓട്ടോയിലാണ് ബസ് കയറാൻ പോയത്. അങ്ങനെ അവിടെ എത്തി. എന്താ പറയുക, ബസ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിലെ സാധനങ്ങളാണ്. അപ്പോൾ ലേസ് പറഞ്ഞാൽ അവൻ കരയെന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങി വെക്കുന്നത് കേട്ടോ. ബസ്സിൽ നിന്ന് അവന് കഴിക്കൊന്നുമില്ല, അങ്ങനെ എന്നാലും ബസ്സിൽ നിന്ന് കരയെന്ന് വിചാരിച്ച് നമ്മളത് വാങ്ങിക്കൊടുക്കും കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്താനായി, ബസ്സൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 400 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടോ. കഴിഞ്ഞ വീഡിയോയിലൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണും വരെ ബൈ.